യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. എൻ്റെ പേര് ശോസന്നം. ഞാൻ അട്ടപ്പാടിയിൽ നിന്ന് വരുന്നു. ഞാൻ 32 ദിവസം അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് പ്രാർത്ഥിച്ച് 33ാമത്തെ ദിവസമാണ് കഴിഞ്ഞ മാസം ഫെബ്രുവരി 15 ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് വന്നത്. ധ്യാനം കഴിഞ്ഞ് ഞാൻ പോയപ്പോൾ ഇവിടുന്ന് കല്ലുപ്പ് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു. അത് വീട്ടിലിങ്ങനെ പരിക്ക് ചുറ്റുവട്ടൊക്കെ വെഞ്ചരിച്ച് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലുമായിരുന്നു. കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ കിണറ്റിൽ മോട്ടർ അടിച്ചിട്ട് ഒട്ടും വെള്ളമില്ല, നിറയെ ചെളി കയറിയിരിക്കുന്നു ടാങ്കിലേക്ക് വെള്ളത്തോടൊപ്പം. കിണറ്റിൽ പോയി നോക്കിയപ്പോൾ വെള്ളം ഒരു തുള്ളിയില്ല. ഞാൻ വേഗം കിണറിൻ്റെ അടുത്ത് വന്ന് കല്ലുപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പോയി മോട്ടർ അടിക്കാൻ വേണ്ടി എങ്ങനെയുണ്ടെന്ന് നോക്കിയപ്പോഴുണ്ട് പഴയപടി എങ്ങനെയാണോ കിണറ്റിൽ വെള്ളം ഉണ്ടായിരുന്നത് അതുപോലെ കിണറ്റിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു. അതിനുശേഷം ഇപ്പം മോട്ടർ അടിക്കുമ്പോൾ നല്ല തെളിഞ്ഞ വെള്ളം 1000 ലിറ്ററിൻ്റെ ടാങ്കാണ്, അത് ഫുള്ള് അടിച്ചിട്ട് പിന്നെയും നോക്കുമ്പോൾ അങ്ങനെ തന്നെ വെള്ളമുണ്ട്. അപ്പോൾ അതിന് യേശുവിന് നന്ദി പറയുകയാണ്. പിന്നെ ഞാൻ ഇവിടെ താമസിച്ചുള്ള ധ്യാനത്തിന് കൗൺസിലിംഗ് നടത്തിയപ്പോൾ 2 കൗൺസിലിംഗ് കിട്ടിയായിരുന്നു. 2 കൗൺസിലേഴ്സും പറഞ്ഞു ചേച്ചിക്ക് ഇങ്ങനെ എന്താ ബുദ്ധിമുട്ട് രോഗം. ഞാൻ പറഞ്ഞു ഒരു ഷോൾഡർ പെയിൻ ഉണ്ട്, അത് കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ടെന്ന്. തന്നെയല്ല രാത്രിയിൽ ആരാധനയുടെ സമയത്ത് റാഫേലച്ചൻ വിളിച്ച് പറഞ്ഞു ഒരു സഹോദരിയുടെ ശക്തമായ ഷോൾഡർ പെയിൻ എടുത്തു മാറ്റുന്നു. എനിക്ക് ഓരോർക്കം കഴിഞ്ഞ് ഈ കൈയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കണമെങ്കിൽ മറ്റേ കൈ കൊണ്ട് എടുത്തു മാറ്റണമായിരുന്നു. അങ്ങനെ ഭയങ്കര എന്തോ ഒരു സാധനം ഷോൾഡറിൻ്റെ ഉള്ളിൽ ഇരിക്കുമായിരുന്നു, യാതൊരു രക്ഷയില്ലായിരുന്നു. ഞാൻ ഈ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ ചെന്നിട്ട് പിന്നെ ഞാനിങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വേദനയൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഞാനപ്പോൾ ശരിക്കും വിശ്വസിച്ചു, ദൈവമേ അച്ഛനും പറഞ്ഞു കൗൺസിലേഴ്സും പറഞ്ഞല്ലോ, അങ്ങനെ അത് വിടുതൽ കിട്ടി.